സംസാരിക്കുകയും ദൈവം ചെയ്തതായല്ല പ്രവൃത്തികളെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ ദൈവം കേൾക്കുവാൻ പോലെ കടന്നു വരുന്ന കാലം ആ വളരെ പോലെ ദൈവം കാലം ദൈവം നമ്മോട് നമ്മൾ കാലം വ്യത്യസ്തമായ ദൈവം നമ്മോട് ഇടപെടുവാൻ ഇടയായി അതുകൊണ്ട് പൂർണ്ണ സമയം ദൈവ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാനായിട്ട്
രാകേഷ് ഭാസ്കർ ക്ഷണിക്കുകയാണ്. തുടർന്നുള്ള സമയം രമദാസൻ നമ്മോട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അറിയിക്കും. എല്ലാവരും ആഗ്രഹത്തോടെ ആവശ്യബോധത്തോടെ ദൈവത്തിനെ ഇരിക്കുന്നെങ്കിൽ നമ്മൾ കാണും. ഇടപെടുന്നതായിട്ട് ദേവദാസനെ ക്ഷണിച്ചു ദൈവം. ഈ 2023 വർഷം സെപ്റ്റംബർ മാസം 24-ാം തീയതിയുടെ സന്ധ്യാസമയത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു അനുഗ്രഹിക്കപ്പെട്ട ഭവന പ്രാർത്ഥന ഞങ്ങൾക്കും കുടുംബമായി ആയിരിക്കുവാൻ കർത്താവ് ഞങ്ങളോട് കാണിച്ച കരുണയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈ ഭവനത്തിലായിരിക്കുന്ന എപ്പിസോഡിനും സിരിസോറിക്കായി സ്തോത്രം ചെയ്യുന്ന ധാരാളം 3 കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഭക്താദാസൻ തോമസ് പാസ്റ്ററിനായി സ്തോത്രം, മാത്യു പാസ്റ്ററും കുടുംബത്തിനായി സ്തുതിക്കുന്നു. സോദരന്മാരിക്കായി സ്തോത്രം ചെയ്യുന്ന വന്ന എല്ലാ ദൈവമക്കൾക്കും കുഞ്ഞുങ്ങൾക്കും കൃത്യമായി ഈ ഭവനത്തിൻ്റെ ഉടമസ്ഥനായ സ്തോത്രം രജിസോറിനും സഹോദരിക്കുള്ള സ്തോത്രം എല്ലാവർക്കും യേശു ക്രിസ്തുനാമത്തിൽ സ്നേഹമന്ത്രം അറിയിക്കുന്നു. കർത്താവ് നമുക്ക് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം തന്നു. കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുവാനും കർത്താവ് നമ്മളെ സഹായിച്ചു ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന സ്തോത്രം. അവിടെ ഷാരോണിലും ഇന്ന് കഴിഞ്ഞ 2 ദിവസം അവിടെ ഉപവാസ പ്രാർത്ഥനയിൽ നിന്നും കർത്തൃമേശ ഉണ്ടായിരുന്നു. സ്തോത്രം. കർത്താവ് ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമാക്കി തീർത്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസം അവിടെ ചെല്ലുവാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ കൃപയോർത്ത് സാവകാശോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സകലവും ഞാനെപ്പോഴും പറയാനുള്ളത് സ്തോത്രം, ഏത് ഒരു കൂട്ടായ്മയും കർത്താവ് പറഞ്ഞു 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്തൊക്കെയും ഞാൻ നിങ്ങളുടെ മധ്യയുണ്ട്. നമ്മൾ കൂടുമ്പോൾ സ്തോത്രം, അതുകൊണ്ട് ആ കൂട്ടായ്മയുടെ ആവശ്യകത സ്തോത്രം അതിന് പ്രാധാന്യമുള്ളത് എന്ന് പറയാൻ കാരണം പാസ്റ്റർ മാത്യു പാസ്റ്റർ തുടക്കത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. അത് നമ്മൾ വേറെ തെറ്റിദ്ധരിക്കില്ല. ദേവദാസന്മാർ നമ്മൾ ഭജന ശുശ്രൂഷിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സന്തോഷം കൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം കൈ അടിക്കുന്നത്. പക്ഷേ അത് എല്ലാ കാര്യവും പൂർണ്ണമായി കേൾക്കാൻ സാധിക്കില്ല. ഞാൻ തന്നെ അപ്പോൾ എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ് എങ്കിലും ഞാൻ തന്നെ പാസ്റ്റർ നല്ല ആത്മാവിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ കയ്യടിയും സന്തോഷം കൊണ്ട് അത് പകുതിയും കേൾക്കാൻ പറ്റിയില്ല. സ്തോത്രം. അത് ഞാൻ പറയേണ്ട കാര്യങ്ങൾ പാസ്റ്റർ പറഞ്ഞു, പക്ഷേ അത് ഞാൻ അതിനോട് ചേർന്ന് പറയാൻ വേണ്ടിയായിരുന്നു. എന്നാലും സ്തോത്രം. അപ്പോൾ അതിൽ തന്നെ പാസ്റ്റർ പറഞ്ഞ കാര്യത്തിൽ തന്നെ കർത്താവിനെ വെളിപ്പെടുത്തി, അല്ലെങ്കിൽ യേശു ക്രിസ്തു ആരാകുന്നു, ദൈവം ആരാകുന്നു. നാം കൂടി വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് സൗഖ്യം നടക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഷാരോണിലും അതുപോലെ ഇന്ന് പകലും ഞാൻ ഓർപ്പിച്ച പോലെ സ്തോത്രം, കർത്താവ് വരുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് സംഭവിക്കുന്നു? ആവശ്യമുള്ളവർക്ക് സൗഖ്യം സംഭവിക്കുകയാണ്. ആ സൗഖ്യം ശാരീരിക സൗഖ്യം ആയിരിക്കും, ആത്മീയ സൗഖ്യം ആയിരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, നാം ഭാരപ്പെടുന്ന വിഷയത്തിൽ നാം ആർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ സ്തോത്രം മനസ്സ് തകർന്നിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. അവർക്കും കൂടി അത് സൗഖ്യമായി വ്യാപരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഓരോ കൂട്ടായ്മയും സർവശക്തനായ ദൈവമാണ് നമ്മുടെ ഇടയിൽ വരുന്നത്. ഞാൻ നിങ്ങളുടെ മധ്യേ വരും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ ആരാ ഈ കർത്താവ്? അവൻ സർവശക്തനായ ദൈവമാകുന്നു, അവൻ സൗഖ്യദായകനാകുന്നു, അവൻ ആശ്വാസദായകനാകുന്നു. സ്തോത്രം. മാത്രമല്ല അവൻ ഹല്ലേലൂയ ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഞാൻ വീണ്ടും വരും എന്ന് കർത്താവ് അരുളപ്പാട് നൽകി. കർത്താവായ യേശു ക്രിസ്തു വിശ്വസനാകുന്നു. ആ വിശ്വസനായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് നാം കൂടി വരുമ്പോൾ നമുക്ക് കൂടുതലായി അനുഭവിക്കാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവ് പറഞ്ഞു, നീ ഉപവസിക്കണം, നീ പ്രാർത്ഥിക്കണം, നീ അത് ചെയ്യണം. മാത്രമല്ല നിങ്ങൾ ചെയ്യണമെന്ന് ഒത്തിരി കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. സഭയായി ചെയ്യേണ്ട കാര്യങ്ങളും നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യമുണ്ട്, കുടുംബമായി ചെയ്യേണ്ട കാര്യമുണ്ട്, സഭയായി ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ട്. ആ ഓരോ കാര്യത്തിലും എന്തിനാണ് അത് ചെയ്യുന്നത്? ദൈവത്തോടുള്ള ബന്ധം കൂടുതലായി ദൃഢമാക്കുവാൻ, പിതാവായ ദൈവത്തോടും അതേ പുത്രനായ യേശു ക്രിസ്തുവിനോടുമുള്ള ബന്ധം അത് ദൃഢമാക്കാൻ വേണ്ടി, അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അത് പിതാവ് അത് ചെയ്ത് തരുമ്പോൾ, അത് ചെയ്തു തരണമെങ്കിൽ നാം അവൻ്റെ സന്നിധിയിൽ വന്നാലേ അത് സാധിക്കുള്ളൂ. ഇല്ലാതെ പറ്റുമോ? പ്രാർത്ഥനയല്ലാതെ, ഉപവാസമല്ലാതെ, കൂട്ടായ്മയില്ലാതെ സംഭവിക്കില്ല. സ്തോത്രം. നാം ലോകപരമായ കാര്യങ്ങൾ ഇടപെടുമ്പോൾ അത് പഴയ നിയമത്തിലായിക്കട്ടെ പുതിയ നിയമത്തിലായിക്കട്ടെ ബൈബിളിലും എവിടെയും അവരവരുടെ ആ ജോലി കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവരോട് ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ കർത്താവ് അവരെ ശക്തീകരിച്ചിട്ടില്ല. അവർ ശക്തി പ്രാപിച്ച് വിശ്വാസം ബലപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. സ്തോത്രം. വിശ്വാസാൽ അവർ പല രാജ്യങ്ങൾ കീഴടക്കിയത് ദൈവസ്ഥലിൽ പ്രാപിച്ച ആ ശക്തിയും ബലത്താൽ ആകുന്നു.
അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു. സ്തോത്രം. ഇന്നത്തെ അല്പസമയത്തെ ഈ ഭവന പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ ആത്മാവ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നെ ഓർപ്പിച്ചത് അത് വേഗത്തിൽ നിങ്ങളോട് പങ്കുവെച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നമുക്ക് അനുഗ്രഹവും ബലവുമായി തീരട്ടെ. സ്തോത്രം. അത് നമ്മുടെ കൂടി വരവുകൾ അത് കൂടുതലായി അത് സ്വന്തം കൂട്ടുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കും. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ. അത് ലോക സംഭവങ്ങൾ മാത്രമേ നമ്മളെ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും അത് വ്യക്തമാക്കുകയാണ്. സ്തോത്രം. അനീതി വർദ്ധിച്ചു വരുന്നു, പാപപ്രവൃത്തികൾ വർദ്ധിച്ചു വരുന്നു, കൊലപാതകങ്ങൾ ആത്മഹത്യകൾ വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. കർത്താവ് നമ്മൾ ഉള്ളങ്കൽ വഹിക്കുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ബൈബിളിൽ പല അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ ഒരുപോലെ പലയിടങ്ങളിലും പിതാവായ ദൈവവും അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അവർ പല ഭവനങ്ങളിൽ പോയി ശുശ്രൂഷിച്ച അനുഭവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് കർത്താവ് അതേ സ്തോത്രം 2 ഭവനങ്ങൾ എന്നെ ചിന്തിക്കാൻ സമയം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല അതിൻ്റെ ആവശ്യമുള്ളൂ. 2 ഭവനങ്ങൾ കർത്താവ് പോയതായിട്ട് നമുക്ക് ലൂക്കോസ് സുവിശേഷത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. അത് എളുപ്പമായതുകൊണ്ട് ആ 2 ഭവനങ്ങളിലും ഭവനം അതിൻ്റെ വിശുദ്ധീകരണങ്ങൾ ആ ലൂക്കോസ് സുവിശേഷത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ അത് മത്തായിലും മർക്കോസിലൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ലൂക്കോസിൽ 2 2 അധ്യായങ്ങൾ അത് ഉള്ളതുകൊണ്ട് അത് വേഗം നമുക്ക് എടുക്കാൻ എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം എടുക്കുന്നത്. സോ അത് ഒരു ഭവനം എന്ന് പറയുന്നത് അത് ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് 50 വാക്യം നമ്മൾ അത് വാക്യമായിട്ട് നമുക്ക് വായിക്കാം. കുറിവാക്യമായിട്ട് വായിക്കാം. 7:50. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്ത്രീയോട് കർത്താവ് പറയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം നമ്മുടെ ഈ ഭവന പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനത്തോടെ പോകുവാൻ കർത്താവ് ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവ് ചെയ്തു, ഇന്ന് പകലും കർത്താവ് അത് ചെയ്തോർത്തും ദൈവത്തെ സ്തുതി. എന്നാൽ അതുപോലെയല്ല. സോ ഇന്ന് മുതൽ അത് വ്യത്യസ്തമായ ചില കർത്താവിൻ്റെ സന്നിധിയിൽ അത് ചെയ്യുവാനുള്ള തീരുമാനത്തോടെയും പ്രാപിച്ച് പോകുന്നുള്ള ഒരു അനുഭവത്തോടെ പോകാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ അത് വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, മാത്രമല്ല നീ സമാധാനത്തോടെ പോകാം. ഏത് സമാധാനം? സർവശക്തനായ ദൈവം നൽകുന്ന സമാധാനം. കർത്താവ് താൻ തന്നെ പറഞ്ഞു, ലോകം തരാത്ത സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ലോകത്തിലും സമാധാനമുണ്ട്. ലോകത്തിൽ അതേ TV കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ സമാധാനമുണ്ട്, കളികൾ കളിക്കുമ്പോഴും സമാധാനമുണ്ട്, ലോകത്തിൽ അത് പാചകം ചെയ്യുമ്പോഴും സമാധാനമുണ്ട്. നമ്മൾ കറി ഉണ്ടാക്കിയിട്ട് ഒന്ന് രുചിച്ച് നോക്കുമല്ലോ സോറിമാർ. അപ്പോൾ ഇത് നന്നായിട്ടുണ്ട്, അപ്പോൾ ഒരു സമാധാനമായോ? അല്ലെങ്കിൽ അച്ഛന്മാർ, ഭർത്താക്കന്മാർ, മക്കളൊക്കെ അത് കഴിച്ചു കഴിയുമ്പോൾ എല്ലാവരും പറയും. അത് ഒരു കുറ്റം പറയാതിരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കൂടെ ഓടുന്നൊരു കാര്യമാണ്. ഒരു കർത്താവ് ആരും ഒന്നും മിണ്ടിയില്ലല്ലോ, ഒരാശ്വാസം, ഒരു സമാധാനമാണ് എന്ന് പറയുന്നത് ഓരോ കാര്യത്തിലും. കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ എഴുതുമ്പോൾ ലഭിക്കുന്ന എന്തോ സമാധാനമല്ലേ. പരീക്ഷ എഴുതി മാത്രമല്ല, ടീച്ചർ പിന്നെ അടുത്ത ആഴ്ച വരുമ്പോൾ അതിന് ആൻസർ മാർക്ക് തരുമ്പോൾ പറയാനല്ല, ആ ആശ്വാസം പൂർണ്ണമായി മുഖത്ത് കാണാൻ സാധിക്കുന്നത്. കർത്താവ് ഒരു സമാധാനം ലഭിച്ചു, ജയിച്ചല്ലോ. പലർക്കും അത് മതി, ജയിച്ചല്ലോ എന്നാണ് പലർക്കും. വേറെ ചിലർക്ക് 100-ൽ 99 കിട്ടിയാലോ അയ്യോ ടെൻഷനാണ്, അപ്പോഴും ടെൻഷനാണ്. 100-ൽ 99 കിട്ടിയാൽ ടെൻഷനുള്ള കുഞ്ഞുങ്ങളുണ്ട്. കാരണം ഒരു മാർക്ക് എവിടെ പോയി, ആര് കൊണ്ടുപോയി? സ്തോത്രം. പിന്നെ പിശാചിന്റെ മേളിലാണ് ഇടുന്നത്, അവൻ്റെ കാരണം കൊണ്ടാണ്. എന്തെങ്കിലായിക്കോട്ടെ. സോ അപ്പോൾ അവിടെ സമാധാനം. സ്തോത്രം. അപ്പോൾ കർത്താവ് പറയുന്നതല്ല, അതല്ല ദൈവത്തിന് ഈ ലോകം തരുന്ന സമാധാനമല്ല എന്ന് യേശു ക്രിസ്തു വ്യക്തമായി പറഞ്ഞു. പിന്നെയാണോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. ആ സമാധാനം എവിടെയാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമാധാനം കർത്താവ് അനുഭവിച്ചത് കാൽവരി ക്രൂശിലാണ് അനുഭവിച്ചു. അവസാനമായി ആ കാൽവരി ക്രൂശിൽ നമുക്കൊരു വേദന സഹിക്കുമ്പോഴും കർത്താവ് സമാധാനത്തോടെ പറയാണ്, എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്ന അറിയാതെ കൊണ്ട് അവരോട് ക്ഷമിക്കണം. അതാർക്ക് സാധിക്കും? ആർക്കും സാധിക്കില്ല. പിന്നെ യേശു ക്രിസ്തുവിന് സാധിച്ചു. മാത്രമല്ല അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്നു, നിങ്ങൾക്കും അത് സാധിക്കും. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുമ്പോൾ, വിശ്വാസം നിമിത്തം നിങ്ങളിൽ എൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആത്മാവിൽ നിങ്ങൾക്കത് പ്രാർത്ഥിക്കാൻ സാധിക്കും. ആർക്ക് വേണ്ടി? നിങ്ങൾ ഉപദ്രവിക്കുന്ന ഓർത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കും. നിങ്ങളുടെ ശത്രുക്കളായവരെ ഓർത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ, അവരെ അനുഗ്രഹിച്ച് അത് അവർ ഓർക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ആർക്ക്? മക്കളായ നിങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്ന് സന്ധ്യാസമയം മുതൽ അതേ ഈ കുടുംബത്തിന് മാത്രമല്ല, സഭയ്ക്ക് മാത്രമല്ല, ഈ ദേശത്തുള്ള മറ്റെല്ലാ സഭകൾക്കും കർത്താവിൻ്റെ വലിയ പ്രവൃത്തി കർത്താവ് ഈ ദിവസങ്ങൾ അത് ചെയ്യട്ടെ. എന്ത് ശക്തിയോട് കർത്താവ് ചെയ്യുന്നത്? എന്താ? കർത്താവിൻ്റെ സമാധാനത്തോടെ നമ്മളെ അയക്കുന്ന ഒരു അനുഭവം. സ്തോത്രം. നാം എവിടെ പോയാലും, വീട്ടിൽ പോയാലും, ജോലിക്ക് പോയാലും, സ്കൂളിൽ പോയാലും, അതേ കടയിൽ അത് പോയാലും, ബസ്സിൽ കയറിയാലും, നമ്മൾ കർത്താവിൻ്റെ ആ സമാധാനം നമ്മിൽ കൂടി അതേ ദൈവാത്മാവ് വെളിപ്പെടുത്തുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. സ്തോത്രം. അതിൻ്റെ 37-ാം വാക്യം നമ്മൾ വായിച്ചു വരുമ്പോൾ, ഒരു പരീക്ഷനായ ശിമയോൻ്റെ വീട്ടിൽ
പറഞ്ഞുകൊണ്ടാണ് കർത്താവ് പോകുന്നത്. എന്നാൽ അവിടെ പോകുമ്പോൾ ശിമയോൻ അത് എന്താ ആദ്യത്തെ മര്യാദകളൊന്നും ചെയ്യാതെ കർത്താവിനെ സ്വീകരിച്ചു. സ്വന്തം കർത്താവ് ആ ഭവനത്തിൽ പോവുകയാണ്. അത് ബഥാനി എന്ന് പറയുന്ന ഒരു പട്ടണം ഗ്രാമത്തിലാണ് കർത്താവ് പോകുന്നത്. സ്വന്തം അവിടെ എന്നാൽ പറയുന്ന വാക്യം 38 ഒരു 37 അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിന് ഇരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരുന്നത് അറിഞ്ഞ ഒരു വെൺകൽധരണി പരിമളത്തേലും കൊണ്ടുവന്നു. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ടിരുന്നു. അവൾ അറിഞ്ഞതനുസരിച്ച് അവള് ആ വീട്ടിൽ പോയി. ക്ഷണിക്കാതെ നമ്മളൊക്കെ കർത്താവിന്റെ ദാസന്മാരും ദൈവമക്കളും നമ്മൾ സുശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ, സ്റ്റാർട്ട് കൊടുക്കാൻ പോകുമ്പോൾ, ഭവന സന്ദർശനം പോകുമ്പോൾ അങ്ങനെയാണ് അവർ ക്ഷണിച്ചിട്ടാണ് പോകുന്നത്. അല്ല, നമ്മളെ കാണുമ്പോൾ തന്നെ വാതിലടയ്ക്കുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ ദിവസം പോയപ്പോൾ ട്രാക്ട് കാണുമ്പോൾ ലതുലേഖിലേക്കാണോ ഒരു ഹൈന്ദവൻ പറയാം, SNDP ഹൈന്ദവൻ സഹോദരൻ ദൂരത്ത് അപ്പച്ചന് 16 വയസ്സ് മേലുണ്ട്. ഞാൻ ആ ഗേറ്റ് തുറന്ന് പഠിക്കാൻ നിന്ന് ഇങ്ങനെ ട്രാക്ട് കൊടുക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ അദ്ദേഹം കുറച്ച് ദൂരം ഇരിക്കുക പറഞ്ഞാൽ അത് ലഘുലേഖ ആണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. കാരണം അതിന് മേളിൽ ഞങ്ങൾ കുറച്ച് നേരം പരിശോധന നടത്തി പാട്ടൊക്കെ പാടി ബൈബിൾ തുറന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് പാസ്റ്ററിൻ്റെ ആൻറ്റി അത് വായിച്ചു. ആ 12 വാക്യങ്ങൾ വായിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് താഴെ പോകുന്നു. അപ്പോൾ മേളിൽ നിന്ന് കേട്ടത് അത് കൊണ്ടു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇത് വേണ്ട. പിന്നെ കുറച്ച് ചെറിയൊരു ഭക്ഷണം താൻ കഴിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് എല്ലാതും എന്തായാലും. അപ്പോൾ നമുക്ക് ക്ഷണമില്ല. സ്തോത്രം. ഈ സഹോദരിയും ക്ഷണിക്കാതെ അവൾ പക്ഷേ ഒന്നറിഞ്ഞോ, യേശു അവിടെ ഉണ്ട്. യേശു അവിടെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു? അവൾ പോയി. അവളുടെ ഉള്ള അവസ്ഥയിൽ അവൾ പോയി. സ്തോത്രം. അത് ഒരു മേക്കപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പൂശലില്ലാതെ അവൾ ഉള്ള അവസ്ഥയിൽ പോയി. പിന്നെ വചനം പറയുന്നത് അവൾ പാപിയായ സ്ത്രീയായിരുന്നു. പക്ഷെ അവൾ പോയി. അവളുടെ ഇടയ്ക്കൽ എന്തുണ്ട് ഏറ്റവും അതേ അവളുടെ കയ്യിൽ എന്തുണ്ട് അതായിട്ട് അവൾ പോയത്. സ്തോത്രം. അവൾ എന്ത് ചെയ്തു? കർത്താവിൻ്റെ അത് മുമ്പിൽ വരാതെ കാരണം മുമ്പിൽ സ്ത്രീകൾക്ക് വരാൻ അവകാശമില്ല. അപ്പോൾ കാൽക്കൽ അവൻ്റെ പുറകിൽ വന്ന്, ഞാൻ ചിന്തിക്കുകയാണ് ഇങ്ങനെ കസാല ഇരിക്കുന്ന ഒരു അനുഭവമല്ല, മടക്കി കാല് പുറകോട്ട് നമ്മൾ ഇരിക്കുമല്ല എന്ന് പറയുന്ന പോലെ കർത്താവ് അങ്ങനെ ആയിരിക്കും ഇരുന്നത് എൻ്റെ ചിന്ത. സ്തോത്രം. പക്ഷേ എന്നാൽ അവൾ പുറകെ വന്ന് അവന് കാൽക്കൽ ഇരുന്ന് അവൾ കരയാണ്. സ്തോത്രം. അവൾക്ക് വേറെ ഒന്നും പറയാനില്ല. സ്തോത്രം. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സഹോദരി വായിച്ചോ. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. ആൻറ്റി അതിന്റെ 44 വാക്യം. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാല് നനച്ച് തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്തു വന്നതുപോലെ വിടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ. അവിടെ പ്രവൃത്തികളെ കുറിച്ച് കർത്താവിനെ വർണ്ണിക്കണം. 48 വാക്യം. എന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. നീ സമാധാനത്തോടെ, നിനക്കെതിരായി നീ എൻ്റെ അടുക്കൽ വന്നിട്ട് ഇരുന്നുകൊണ്ട് എന്ത് ചെയ്തു? ആൾക്കാർ നിന്നെ പുച്ഛിക്കുന്ന അനുഭവം, ആൾക്കാർ നിന്നെ അതേ സ്വന്തം പരിഹസിക്കുന്ന അനുഭവം. പക്ഷേ നീ സമാധാനത്തോടെ പോവുക. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല വേറെ മർക്കോസ് സുവിശേഷം കർത്താവ് പറയാണ്, ഈ സുവിശേഷം എവിടെയൊക്കെ ലോകത്തിൽ എവിടെയൊക്കെ സുവിശേഷം അത് പ്രസംഗിക്കപ്പെടുന്നു അവിടെയെല്ലാം ഇവളെക്കുറിച്ച് പറയും. അവിടെ പേര് പക്ഷേ ഇവിടെ വ്യക്തമായി പറയുന്നത്. പക്ഷേ എന്നാൽ കർത്താവ് പറയാണ്, സുവിശേഷം എവിടെയൊക്കെ ലോകരാജ്യങ്ങൾ അത് പ്രസംഗിക്കപ്പെടുന്നു അവിടെയെല്ലാം ഇവളെക്കുറിച്ച് പറയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ഭവനത്തിൽ കർത്താവ് വന്നപ്പോൾ ആ ഭവനത്തിൽ ഉള്ളവന് അത് വേണ്ടി കർത്താവ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷേ വന്ന ഒരു വിശ്വാസി ഹല്ലേലൂയ, അവൾക്ക് അത് കർത്താവിനെ അറിയുവാനും കർത്താവിൽ നിന്ന് ഒരേ രണ്ട് കാര്യം പ്രാപിച്ചു. ഒന്ന്, കർത്താവായ യേശു സമാധാനം പ്രാപിച്ച് അവൾ പോകുന്നു. മാത്രമല്ല കർത്താവ് അവളെക്കുറിച്ച് പറയുന്നത്, ലോകത്തിൽ എവിടെ ഏത് സമയം വരെ സുവിശേഷം ഘോഷിക്കപ്പെടുവോ അവിടെ എല്ലാം അവളെക്കുറിച്ചും പറയും. അതിനോട് ചേർന്ന് 10-ാം അധ്യായത്തിൻ്റെ നമുക്ക് വളരെ സുപരിചിതമുള്ള ഭാഗ്യമാണ് മാർത്ത മറിയ ദാസൻ്റെ ഭവനം. അവിടെയും കർത്താവ് ചെല്ലുക. അതും ബഥാനിയിലുള്ള അതേ ഒരു ഭവനമാകുന്നു. 10-ന്റെ സ്തോത്രം. അതിന് അവസാനത്തെ വാക്യങ്ങൾ മാത്രം വായിച്ചാൽ 10-ാം അധ്യായം. ഇല്ല, അത്രയും വേണ്ട ആൻറ്റി. 40 തൊട്ട് വായിച്ചാൽ മതി. കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക്
വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഈ മറിയ അവൾക്ക് 39 വാക്യം വന്ന അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ ഈ സഹോദരിയും കർത്താവിന് കാൽക്കൽ നിന്ന് വചനം കേൾക്കുന്ന അനുഭവം. വേറെ ഒരുത്തി വന്നിട്ട് നമ്മൾ ആദ്യം കണ്ടത് ആ സഹോദരി വന്ന് കർത്താവിന് കാൽക്കൽ നിന്ന് കരയാണ്. പ്രൈസ് ദി ലോർഡ്. അവളുടെ ഹൃദയത്തിലെ ആഗ്രഹവും വേദന കർത്താവ് പറഞ്ഞ് അവളെ സമാധാനത്തിൽ അയക്കുന്ന അനുഭവം. ഇവിടെ കാണുന്ന മറിയ അവൻ്റെ കാൽക്കൽ നിന്ന് വചനം കേട്ടു. ഏതുപോലെ ജീവൻ്റെ വചനം, ആശ്വാസം തരുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം അവൾ കേട്ടു. അത് സംഗ്രഹിച്ചു. അത് അവളുടെ ജീവിതം ബലമായി തീർന്നു. അതുകൊണ്ട് ആ ബലത്തോടെയാണ് അല്ലെങ്കിൽ മാത്രം കാന്തനെ കാണുവാൻ നമ്മൾ അത് ഇന്ന് പാടിയ പാട്ടുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എത്രയും വേഗത്തിൽ നമ്മുടെ കാന്തനെ കാണുവാൻ ആഗ്രഹം. അവളതിൽ കർത്താവ് മരിച്ച ശേഷം അവനെ കാണാൻ പോകുന്ന ആദ്യത്തെ വ്യക്തി ഈ സഹോദരിയാണ്. മറിയാണ് ആദ്യമായ കർത്താവിനെ കല്ലറയ്ക്കൽ രാത്രി സമയത്ത് അല്ലെങ്കിൽ 3 മണി 4 മണി സമയം ഇരുട്ടുള്ള സമയത്ത് അവളാണ് ആദ്യമേ ഓടിച്ചെല്ലുന്നത്. ആ ധൈര്യം പ്രാപിച്ചത് അവൾക്ക് ഈ വചനം കേട്ടിട്ടാണ്. കാരണം ജീവന്റെ വചനമാണ്, അത് ഭയം നീക്കുന്ന വചനമാണ്. പ്രൈസ് ദി ലോർഡ്. അത് സ്നേഹത്തിന് വചനമാകെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അപ്പോൾ അവിടെ കർത്താവ് അവിടെ പറയുന്നത് അവൾ കാൽക്കൽ ഇരുന്ന് അവൻ്റെ വചനം കേട്ടു. ആ വചനം കേട്ട നിമിത്തമായിട്ട് സ്വന്തം വീട്ടിൽ സ്വന്തം സഭയിൽ പ്രശ്നം വന്നു. അതിന് വലിയ കാര്യമുണ്ടോ? അത് അന്നും നടന്നു, ഇന്നും നടക്കുന്നു, വ്യത്യാസമൊന്നുമില്ല സഹോദരൻ. അത് മാറില്ല, അവസാനം വരെ ഉണ്ടാവും. സ്വന്തം വീട്ടിലെ പ്രശ്നം വന്നു, സഭകളും ഇന്ന് നടക്കുന്നു. എന്താണ്? വചനത്തോട് കൂടെ നിൽക്കുവാൻ താല്പര്യമുള്ള, വചനം ഗ്രഹിക്കുവാൻ, വചനം പഠിക്കുവാൻ, വചനം അനുസരിപ്പാൻ താല്പര്യമുള്ളവർ ഒരു വശത്ത് നിൽക്കുമ്പോൾ അവർക്കെതിരായി സഹോദരന്മാർ തന്നെ നമുക്കെതിരായി നിൽക്കുന്ന ഒരു അനുഭവം. സ്തോത്രം. പക്ഷെ കർത്താവ് പറയാണ്, അത് കർത്താവെ നോക്കും, അവളോട് നീ കൽപ്പിച്ചാലും പാസ്റ്റർ ദേശം അച്ഛനോടൊന്ന് പറയണം, അല്ലെങ്കിൽ സ്തോത്രം മോനോടൊന്ന് പറയണം. എല്ലാം പാസ്റ്റർമാരുടെ മേലുള്ള, ഞങ്ങളുടെ മേലുള്ള. പാസ്റ്റർ ഒന്ന് പറ, അന്ന് അവൻ കേൾക്കും. പാസ്റ്റർ ഒന്ന് പറ, അച്ചായൻ കേൾക്കും. അല്ലെങ്കിൽ പാസ്റ്റർ ഒന്ന് പറ, അവൾ കേൾക്കും. പാസ്റ്ററിന് ആ പണി മാത്രമല്ല സ്തോത്രം. പിന്നെന്താ? അത് നാം കുടുംബത്തിൽ അത് നടക്കണം. ആ ധൈര്യം പ്രാപിക്കണം പറയാൻ വേണ്ടി. പിന്നെ രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ പാസ്റ്റർമാർക്ക് പറയാം. അല്ലാതെ ഇവള് പറയാണ്, കർത്താവെ നീ അവളോട് കൽപ്പിക്കുക. എന്തിനു വേണ്ടി? എന്നോട് കൂടെ ഞാൻ ഇങ്ങനെ അലയാണ് സ്തോത്രം. പക്ഷേ എന്നെ ഒന്ന് വന്ന് സഹായിക്കാൻ. കർത്താവിന് മറുപടിയോ? നീ പലതിനെ കുറിച്ച് വിചാരപ്പെടുന്നു മാർത്തയെ, നീ പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് നിന്റെ മനസ്സ് കലങ്ങിയിരിക്കുന്ന മനം അല്ലെങ്കിൽ മനസ്സും കലങ്ങിയിരിക്കുന്ന ഒരു അനുഭവത്തിൽ വന്നിരിക്കുക. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതം എന്താണ്? ലോകപരമായ കാര്യങ്ങൾ ചിന്തിച്ച് അയ്യോ ഇത് സംഭവിച്ചില്ല, നടന്നില്ലല്ലോ, അത് ആയില്ലോ, നാളെ ഇത് കൊടുക്കേണ്ട കാര്യമാണ്, വാടക കൊടുക്കേണ്ട കാര്യമാണ്, നാളെ ലോൺ അടയ്ക്കേണ്ട വിഷയമുള്ളൂ, അല്ലെങ്കിൽ നാളെ ഫീസ് അടയ്ക്കേണ്ട കാര്യമാണല്ലോ, പല കാര്യം നമുക്കുണ്ട്. പലതും ചൊല്ലി നമ്മൾ ഭാരപ്പെടുന്ന അതേ മനം അതേ ഹല്ലേലൂയ കലങ്ങിപ്പോകുന്ന അനുഭവം. അതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ മനസ്സ് കലങ്ങി പോകല്ലേ, എന്നിൽ വിശ്വസിപ്പിൻ. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ വിശ്വസനാകുന്നു, നിങ്ങൾക്ക് വേണ്ടി എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി വന്ന് അതേ പ്രവർത്തിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആശ്രയിക്കുന്ന ഏത് മനുഷ്യരും, നിങ്ങൾ ആശ്രയിക്കുന്ന ഏത് പാസ്റ്റർമാരായിക്കോട്ടെ, അവരാരും മനുഷ്യരാണ്. അവർക്ക് അവരുടെ കൈകൾക്ക് ബലമില്ല, അത് നിന്ന് പോകുന്നതാണ്. ഞാനാണ് അവരെ ബലപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ എൻ്റെ കരം അത് ഇന്ന് വരെ കുറുകിപ്പോയില്ല, എൻ്റെ ചെവി മന്ദമായി പോയില്ല എന്ന് ദൈവത്തിന് കർത്താവ് പറയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ. മനസ്സ് കലങ്ങാതെ അവൻ്റെ അടുക്കൽ വരുമ്പോൾ, അതേ പ്രാർത്ഥനയെങ്കിൽ അവൻ്റെ അടുക്കൽ വരുമ്പോൾ, ഉപവാസത്തിൽ അവൻ്റെ സന്നിധി വരുമ്പോൾ, കൂട്ടായ്മയിൽ അവൻ്റെ സന്നിധി വരുമ്പോൾ, കർത്താവ് ഇറങ്ങി വന്ന് തന്നെ വിടുവിക്കുന്ന വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അപ്പോൾ പറയാൻ എന്താ? നീ മനസ്സ് കലങ്ങി അതേ ഭാരപ്പെടേണ്ട. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി, അല്പം പോലും അല്ല. പിന്നെ ഒരു കാര്യം, ആ നല്ല കാര്യം എന്ത് ചെയ്തു? അവൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്വത്രം. മറിയ അറിഞ്ഞു എന്താ നല്ലത് എന്ന്. സ്വത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്നും എല്ലാ കാര്യത്തിനും തിരഞ്ഞെടുപ്പുണ്ട്. സ്വത്രം. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ BBC എടുക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്. അതേസമയം ഒരു 5 രൂപയുടെ പെൻസിൽ മേടിക്കണമെങ്കിലും പപ്പയ്ക്ക് അതിന് സംവിധാനം അല്ലെങ്കിൽ അതിന് പണം ഉണ്ടാവും, മമ്മിക്കും ഉണ്ടാവും, ജോലിക്കാരായാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അവരിൽ ആശ്രയിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച് ചോദിക്കും. പല ടൈപ്പ് പെൻസിലുണ്ടല്ലോ, പല കമ്പനിയുണ്ട്, പല കളറുണ്ട്. അതുപോലും ചോദിക്കാം. വ്യക്തമായ ഒരു ആലോചന ഇല്ലായിരിക്കും. കർത്താവ് പറയത്തില്ല അതേ നീല മേടിക്കണം അല്ലെങ്കിൽ HP മേടിക്കണം, ഇന്ന കമ്പനി മേടിക്കണം പറയില്ലായിരിക്കും. പക്ഷേ നമ്മുടെ കടമയാണ് പ്രാർത്ഥിക്കുക, ചോദിക്കുക എന്നുള്ളത്. നാം ചോദിക്കുമ്പോൾ അങ്ങനെ ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ചോദിച്ച് അത് പോകുമ്പോൾ പിൻകാലങ്ങൾ ചോദിക്കാതെ അവൻ നമ്മോട് സംസാരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതോ കർത്താവോട് പറയുകയാണത് അവൾ ഒന്ന് മാത്രം അവർ തിരഞ്ഞെടുത്ത് ഏറ്റവും നല്ലത്. അതേസമയം ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഓരോ ദിവസവും അത് നമുക്ക് വരുന്ന തിരഞ്ഞെടുപ്പുണ്ട്. അത് കർത്താവിനോട് ചോദിച്ച് അനുവാദം മേടിച്ച് അത് മുന്നേറാൻ ദൈവത്തിന് ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അവിടെ പറയാണ്, മറിയ നല്ല അംശം
തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് ആർക്കും പ്രൈസ് ദി ലോർഡ്. അവിടെ മറ്റു സഹോദരി പറഞ്ഞു നീ സമാധാനത്തോടെ പോവുക എന്ന് പറയുന്നത് ഈ കർത്താവ് തരുന്ന സമാധാനം, കർത്താവ് തരുന്ന ആത്മബലം അത് ആർക്കും അവൾ നിന്ന് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് നമ്മിൽ നിന്ന് എടുത്തു കളയാൻ സാധിക്കില്ല. എടുത്തു കളയാൻ അത് പിശാച് ശ്രമിച്ചാലും അത് അല്പസമയത്തേക്ക് മാത്രം അത് തോന്നുള്ളൂ. അയ്യോ കർത്താവ് അങ്ങയുടെ കൈ എവിടെ പോയി, അങ്ങയുടെ സാന്നിധ്യം എവിടെ പോയി നമ്മൾ വിചാരിച്ചാലും കർത്താവിന് പറയാനോ ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു. സോ 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൽ 3-ാം വാക്യം കൂടി നമ്മൾ ഇന്ന് പകൽ വായിച്ച 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിലെ 3-ാം വാക്യം. കർത്താവ് വിശ്വസൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം കാത്തോളും. അപ്പം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എന്താ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം അവൻ നിങ്ങളെ കാക്കുന്ന ദൈവമാണ്. അപ്പോൾ അവൻ കാക്കണമെങ്കിൽ അവന് കൃപ പ്രാപിക്കണം, ആത്മശക്തി പ്രാപിക്കണം, അവൻ്റെ സാന്നിധ്യം അത് ഓരോ ദിവസം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ആ കൂട്ടായ്മയിൽ നാം നടക്കണം. അവരിൽ നാം വസിച്ചാലേ അത് ദുഷ്ടൻ്റെ അതേ കയ്യിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കുള്ളൂ. കാരണം കർത്താവ് വിശ്വസനാകുന്നു. തന്നെ മക്കളായ നമ്മളെ ഒരിക്കലും അതേ നമ്മളെ അനാഥരായി വിടാത്ത ദൈവം. മാത്രമല്ല ശത്രുവിൻ്റെ കയ്യിലേക്ക് നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ എന്ന് പറയുന്ന ദൈവമല്ല. പക്ഷെ മറുവശം നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം വെളിപ്പെടുത്താൻ ഇയ്യോബിനെ പരീക്ഷിച്ച പോലെ കർത്താവ് ഒരു കാര്യം ചെയ്യാറുണ്ട്. എന്താണ്? പിശാച് നീ പരീക്ഷിച്ചോ, നീ എത്ര വേണമെങ്കിൽ ഉപദ്രവിച്ചോ, എൻ്റെ മകൻ എൻ്റെ മകൾ എന്നോട് കൂടെ തന്നെ അല്ലെങ്കിൽ എന്നിൽ വിശ്വാസത്താൽ തന്നെ അവർ ജീവിക്കും. അതിനുവേണ്ടിയാണ് ഇയ്യോബിനെ അത് വിട്ടത് എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ പലർക്കും അങ്ങനെയുള്ള വിശ്വാസത്തിന് ശോധനകൾ വരും. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണ്? പിശാചിനെ തോൽപ്പിക്കാൻ വേണ്ടി. പിശാചിന് മുമ്പാകെ യേശു ക്രിസ്തുവിന് പറയണം സ്വതന്ത്രം ആശീഷോ അല്ലെങ്കിൽ ഇയാനെയോ സ്വതന്ത്രം കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തു? അതേ പിശാച് നീ അവൻ്റെ മേൽ നീ എത്ര വേണമെങ്കിൽ അതേ തുള്ളി കളിച്ചാലും അവളുടെ മേൽ നീ എത്ര തുള്ളി കളിച്ചാലും അവർ അനങ്ങത്തില്ല. എന്നിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അന്ത്യത്തോളം അവർ ഈ വിശ്വാസ യാത്ര ഓടുക തന്നെ ചെയ്യും. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടവും ഭാരവും വേദന അതെല്ലാം ദൈവ നാമമാത്രത്തിന് വേണ്ടി ആക്കി തീർക്കുവാൻ കർത്താവിന് മാത്രം സാധിക്കുള്ളൂ എന്നോർത്ത് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കണം. അപ്പോൾ കർത്താവ് വിശ്വസന അവൻ നിങ്ങളെ അതേ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മളെ കാക്കുന്നതാണ് പ്രവർത്തിക്കുക. ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടും. അതിനുവേണ്ടി അതേസമയം ഈ ദിവസങ്ങൾ കൂടുതലായി കർത്താവിനോട് അടുക്കുവാനും അതേ കർത്താവിൻ്റെ സന്നിധിയും അതേ അവൻ്റെ വചനം കേട്ട് ശക്തി പ്രാപിപ്പാൻ ജീവന വചനം ആ വചനം നാം അതേ അതുകൊണ്ട് അത് കാണപ്പെടാൻ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കാൻ കാരണം കുഞ്ഞുങ്ങൾക്ക് ചെറുപ്രായത്തിൽ ആ വചനം അതേ അവരെ ഭാരപ്പെടുന്ന സമയങ്ങൾ അവർക്ക് ടെൻഷൻ വരുന്ന സമയങ്ങൾ മാത്രം നല്ല കാലത്തും കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയാണ് സംഗീതത്തിലുള്ള മറ്റുള്ള ഭാഗങ്ങൾ നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്. കാരണം എന്താണ്? അത് പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. ബസ്സിൽ കയറുമ്പോൾ ഇവിടെ ചില ബസ്സുകളൊക്കെ അത് ക്രിസ്തീയ കാര്യങ്ങൾ ഞങ്ങൾ പോകുമ്പോൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള ബസ്സുകളിൽ സിനിമാ പാട്ടാണ് ഇടുന്നത്. സിനിമാ പാട്ട് കേൾക്കുമ്പോൾ നമുക്കും പെട്ടെന്ന് ഒന്ന് കൈതാളമൊക്കെ വരും. സ്തോത്രം. ഇല്ലല്ല, ഒന്നും വേണ്ട. സ്തോത്രം. നിങ്ങൾക്കില്ല, വേറെ പല വിശ്വാസികൾക്കും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാണ്. കാരണം പണ്ട് ഒത്തിരി ഹിന്ദി പാട്ട് വരുമ്പോൾ ഇപ്പോഴത്തെ മലയാളം പാട്ട് വലിയ ഇതില്ല. പക്ഷേ പഴയ ഹിന്ദി പാട്ടൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ഒന്ന് താളങ്ങൾ പോകും. സ്തോത്രം. അപ്പോൾ താളം അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ സ്നാനപ്പെട്ട ശേഷം എൻ്റെ ആൻറ്റിയുടെ കൂടെ എൻ്റെ ആൻറ്റി അങ്കളുടെ കൂടെ മാവിയുടെ കൂടെ കുടുംബം അവർ അത് ബാംഗ്ലൂരിലെ സമയമായിരുന്നു. സോ ഞാനിവിടെ നാട്ടിൽ വന്ന് സ്നാനപ്പെട്ട് തിരിച്ചു പോയി. അവിടെ കുറച്ച് മാസങ്ങൾ അവരുടെ കൂടെയാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ ബസ്സിൽ ബാംഗ്ലൂരാണല്ലോ. അപ്പോൾ ബസ്സിൽ കയറുമ്പോൾ ഒക്കെ 32 വർഷം മുമ്പത്തെ കാര്യം പറയാം. അന്നും പാട്ടുകൾ നമുക്ക് കേൾക്കാം. മാത്രം കൂടാതെ ഞായറാഴ്ചകളൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അവരെല്ലാം ഇഷ്ടംപോലെ അമ്പലമുണ്ട്. എല്ലാ അമ്പലങ്ങളിലും കൊട്ടും പാട്ടും ബഹളമാണ്. അപ്പോൾ ഞാൻ ടെൻഷൻ പിടിച്ച് ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി ഇത് ഒരു അസ്വസ്ഥയാണല്ലോ, ഞായറാഴ്ച നമ്മൾ പോകുമ്പോൾ തന്നെ ഈ ഇവരുടെ പാട്ടും കേട്ടാണ് പോകുന്നത്. എന്ന് അവരോടൊന്നും പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആൻറ്റി പറഞ്ഞ ഒരു മാർഗം, സ്തോത്രം, നീ ഇത്ര ചെയ്താൽ മതി. അവരുടെ പാട്ട് ഏത് താളത്ത് പാടുന്നോ അതുകൊണ്ടാണ് നിനക്ക് അന്യഭാഷയും കൂടി തന്നത്. ഞാൻ സ്നാനപ്പെടുന്ന മുമ്പേ രക്ഷിക്കപ്പെട്ട ദിവസം തന്നെ അന്യഭാഷ പ്രാപിച്ച കൃപയാൽ എനിക്ക് കർത്താവ് ദാനം തന്നു. അപ്പോൾ അത് നിനക്ക് തന്നത് വെറുതെ പറയാൻ വേണ്ടിയല്ല. ഇങ്ങനെയുള്ള പ്രതിസന്ധി പോകുമ്പോൾ നീ ആത്മാവിൽ സ്വതന്ത്രം അന്യഭാഷയിൽ നീ അന്യഭാഷയിൽ പറയുന്ന തൊട്ടടുത്തവൻ ഇരുന്നാലും അവൻ ചോദിക്കില്ല നീ എന്താ പറയുന്നത്, നിന്നോട് അവൻ ചോദിക്കില്ല. അപ്പോൾ നീ ബസ്സിലിരുന്ന് നീ അന്യഭാഷ പറഞ്ഞു, ആ താളത്തോട് പറഞ്ഞു. സ്തോത്രം. നമ്മളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ബസ്സിൽ വന്നപ്പം വരുമ്പോൾ സിനിമ പാട്ട് വെച്ച് അപ്പോൾ ആ താളത്തോടു കൂടെ പാടി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവിടെ എന്താ സംഭവിക്കുന്നത്? ഞാനല്ല എന്ത് പറയുന്നത് എനിക്കറിയില്ല, പക്ഷേ മനുഷ്യനും അറിയില്ല, പക്ഷേ ദൈവത്തോട് ഞാൻ മർമ്മങ്ങൾ സംസാരിക്കുന്നു.
അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വം. അതുകൊണ്ട് കർത്താൻ ആത്മാവ് ഈ ദിവസങ്ങൾ നമ്മളെ അതിനുവേണ്ടി സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അതേ ഈ സമാധാനത്തോടെ, കർത്താവിൻ്റെ സമാധാനത്തോടെ, കർത്താവിൻ്റെ ബലത്തോടെ ഈ ദിവസങ്ങൾ നമ്മുടെ ഓരോ കൂട്ടായ്മകൾ അത് അനുഭവിച്ച് പോകാൻ മാത്രമല്ല നാം തന്നെ നമ്മുടെ അതേ പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥനയുടെ അതേ അറിയിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ആ സമാധാനം പ്രാപിക്കുന്നതിനായി അത് പ്രാപിച്ച് മറ്റുള്ള അനേകർക്ക്, നമ്മുടെ അയൽവാസികൾക്ക്, കുടുംബക്കാർക്ക്, ചാച്ചിക്കാർക്ക്, നാം ഇടപെടുന്ന ജീവിതങ്ങൾക്ക് പാൽക്കാർ വന്നാൽ അവൻ പോലും അനുഗ്രഹിക്കപ്പെടട്ടെ. മാത്രം മീൻകാരൻ വരുമ്പോൾ അല്ലെങ്കിൽ കടയിൽ പോകുമ്പോൾ അവർ പോലും അവരിലേക്ക് നമ്മുടെ സമാധാനം പകരട്ടെ. നാം അന്യഭാഷ ഒരു സ്തോത്രം, ഒരു കടയിൽ കയറുമ്പോൾ ഞാൻ നാട്ടിന്റെ ഭാര്യയാകട്ടെ സ്തോത്രം പറഞ്ഞേ കയറുള്ളൂ. ബസ്സിൽ കയറുമ്പോൾ അതുപോലെ തന്നെ, അത് ഓട്ടോയിൽ കയറുമ്പോൾ അതുപോലെ, പൈസ കൊടുക്കുമ്പോൾ സ്തോത്രം പറഞ്ഞാൽ കൊടുക്കുന്നത്. എപ്പോഴെങ്കിലും അവന് അത് യേശുവിനെ അറിയുവാൻ ഒരു മാനസാന്തരം അവനുണ്ടാവും. അത് സംഭവിക്കട്ടെ. പൈസ 2 അല്ലെങ്കിൽ 2 രൂപ അല്ലെങ്കിൽ 5 രൂപ അവൻ ബാക്കി തന്നില്ലെങ്കിലും അത് സ്തോത്രം പറഞ്ഞ കർത്താവെ ആ മനുഷ്യൻ, എനിക്ക് പേരറിയുന്ന ആളറിയില്ല, പക്ഷേ ആ മനുഷ്യൻ എന്തെങ്കിലും രക്ഷ പ്രാപിക്കണം. കാരണം അങ്ങ് തന്ന, ഞാൻ ശുശ്രൂഷ ചെയ്ത് കർത്താവ് ചെയ്യിപ്പിച്ച് സഭയിൽ പോയി അത് വീടുകളിൽ പോയി സുശേഷം അറിയിച്ചും ശുശ്രൂഷിച്ചും അതേ സ്തോത്രം എനിക്ക് ലഭിക്കുന്ന, സഭയിൽ പോകുമ്പോൾ നമുക്ക് ഒരു സ്തോത്രകാശ് തരുമല്ലോ സ്തോത്രം. അപ്പൊ ഇന്ന് ആ സ്തോത്രകാശ് ലഭിക്കുന്ന പൈസയാണ് ബസ്സിലും ഹോട്ടലിൽ പോകുന്നത്. ഞാൻ അധ്വാനിച്ചതല്ല, ആ വേലയ്ക്ക് വേണ്ടി അധ്വാനിക്കും. പക്ഷേ അതിൽ നിന്ന് 5 രൂപ അവൻ കൊണ്ടുപോയ, കണ്ടക്ടർമാർ കൊണ്ടുപോയാലോ ആരോട് പരാതി പറയും? പോലീസ് പറയാൻ പറ്റുമോ? അപ്പൊ കർത്താവിനോട് പോയി, കർത്താവ് ആ 5 രൂപ അവന്റെ പക്കലുണ്ട്, അത് നിമിത്തം നീ അവനെ രക്ഷിക്കണം. എപ്പോഴോ എങ്ങനെയാ എനിക്കറിയില്ല, പക്ഷെ ആ 5 രൂപ നിമിത്തം അല്ലെങ്കിൽ ആ 2 രൂപ നിമിത്തം ചിലപ്പോൾ 1 രൂപ ആയിരിക്കും. അതവൻ എടുത്തോട്ടെ, അങ്ങ് തന്നതാണ്, അത് അങ്ങയുടെ നാമത്തിന് വേണ്ടി ഞാൻ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ അത് അങ്ങയുടെ സമയത്ത് രക്ഷ പ്രാപിക്കണം എന്ന പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അതേ കർത്താവിന്റെ സമാധാനത്തിൽ കടന്നു ചെല്ലുവാനും അതേ ഒന്ന് മാത്രം മതി. അവൾ തിരഞ്ഞെടുത്തത് അത് ഏറ്റവും നല്ല യോഗ്യമായത്, ഏറ്റവും യോഗ്യമായവനെയാണ് അതേ സർവശക്തനായ ദൈവം നമുക്ക് തന്നത്. തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നുവെങ്കിൽ ദൈവമക്കളെ, നാം എത്രത്തോളം അവന് വേണ്ടി അതേ പൂർണ്ണ ഹൃദയം, പൂർണ്ണ ശക്തി, പൂർണ്ണ മനസ്സ്, അതേ പൂർണ്ണ ബലത്തോടെ കർത്താവിനെ ആരാധിക്കണം, അവന്റെ സ്ത്രീ പ്രാർത്ഥിക്കണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ സ്തോത്രം. ഈ 24-ാം തീയതി കർത്താവ് സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് നിങ്ങൾ അനുഗ്രഹിച്ചല്ലോ. ഈ 9-ാം മാസത്തിന്റെയും ഓരോ കർത്തൃ ദിവസങ്ങളും ഞങ്ങൾ ധാരാളമായി കർത്താവ് അനുഗ്രഹിച്ച് വൻ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ ഇന്നത്തെ ഭവന പ്രാർത്ഥന പങ്കെടുക്കുവാൻ ഞങ്ങൾ ഇത്രയും ജനത്തെ കർത്താവ് കൂട്ടിയത് കൃപകൾക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. എപ്പിസോഡിനായി വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ശിശുസോറിക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ, ആരോഗ്യബലം കൽപ്പിക്കണമേ. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, ഭാരങ്ങൾ കർത്താവ് നന്നായി അറിയുന്നല്ലോ. അവരുടെ ജോലിക്കായി സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തോമസ് പാസ്റ്ററായി താവേശം ആൻറ്റിക്കായി സ്തുതിക്കുന്നു. അവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ബലപ്പെട്ട് ശരീരത്തിൽ താവേ അസ്വസ്ഥങ്ങളും ഭാരങ്ങളും ഉണ്ടെങ്കിലും കർത്താവ് വിത്തത്തോടും സൗഖ്യം നൽകി ഓരോ ദിവസവും വഴി നടത്തുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിപാതാവേ കൃപദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന ഉദരഫലത്തിനായി സ്തുതിക്കുന്നു. ദൈവസേന ആ കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേലയിൽ വർദ്ധിച്ചെല്ലുവാൻ, ദൈവസഭകളെ നയിക്കുവാൻ കർത്താവ് നൽകുന്ന എല്ലാ ആലോചനകൾക്കായി കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതാവേ ഭവനത്തിന്റെ ഉടമസ്ഥക്കായി രജിസോരും താവേസോരിക്കായി സ്തുതിക്കുന്നു. റോബിൻ പാസ്റ്റർ കുടുംബത്തിനായി സ്തോത്രം, അവരെ ശുശ്രൂഷയിലും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അതാവേ ഹല്ലേലൂയ സ്തുതിക്കുന്നു. അതേ ദൈവപ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരികമായും പിതാവായ ദൈവത്തിന് പുത്രനായ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സമാധാനത്തോടെ ഓരോ ദിവസവും ബലപ്പെട്ട് നിൽപ്പാൻ, മറ്റനേകർക്ക് പകരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാവ് ഞങ്ങൾ എവിടെ കടന്നു ചെന്നാലും ഒരു സൗരഭ്യ വാസനായി തീരുവാൻ ദൈവത്തിന് ആത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാലോം സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്ന സൽപാസ്റ്ററും കുടുംബത്തിനായി സ്തോത്രം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താവേ സ്തോത്രം, ഇന്നലെ സന്ധ്യാസമയം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് കൃപകൾക്കായി സ്തോത്രം പ്രാർത്ഥനയായി സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സമയം നൽകിയ ദേവദാസന്മാരോടുള്ള നന്ദി അറിയിക്കുന്ന, ഭവനത്തോട് നന്ദി അറിയിക്കുന്ന കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ജീവിതേ വന്നിടും
എന്തു ഞാൻ നൽകിടും Praise the Lord. അല്പസമയമാണെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ആലോചന ദൈവമായ കർത്താവ് നമുക്ക് നൽകിയല്ലോ. അതിനായിട്ട് ദാസനെ ബലപ്പെടുത്തിയല്ലോ. ജീവിതത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്തു. കർത്താവിൻ്റെ സ്നേഹം ഈ ലോകത്തിൽ നിലവാൻ കഴിയാത്ത ദൈവിക സമാധാനവും സ്നേഹവും കരുതലും അനുഭവിക്കുവാൻ സർവശക്തനായ ദൈവമായ കർത്താവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിലേക്കായി സ്തോത്രം ചെയ്യുകയാണ്. സകല മനുഷ്യബുദ്ധിയിൽ കഴിയുന്ന ദൈവത്തിന് വലിയ സമാധാനത്താണ് ക്രിസ്തുയേശുവിൽ നിന്ന് നമ്മുടെ നിലവുകളെ കാക്കപ്പെടുവാൻ ഈ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി നമുക്ക് ഹൃദയത്തിൽ വിശ്വസിച്ച് വായുകൊണ്ട് ഏറ്റുപറഞ്ഞ കർത്താവിന്റെ സാക്ഷികളായി തീരുവാൻ ദൈവം വലിയ പദവിക്കുന്നവരെ യോഗ്യരാക്കി തിരഞ്ഞെടുത്ത നമ്മുടെ പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എത്ര ആഴമേറിയതാണ്. ഈശ്വരത്തോടുള്ള നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം എത്ര ആഴമേറിയതാണെന്ന് ഒരു നിമിഷം ഓരോ നിമിഷവും നാം ചിന്തിച്ചാൽ ദൈവത്തിന്റെ സ്തോത്രം നമ്മെ പോലെയുള്ള ആയിരങ്ങൾ പതിനായിരങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ബന്ധുമിത്രാദികളുടെ സ്നേഹിതന്മാരുടെ ചർച്ചക്കാരിലൊക്കെ പല വിധത്തിൽ നാം കാണുകയും നമ്മോട് ബന്ധപ്പെടുകയും ചെയ്യുന്നതിലേക്ക് നാം വിലയിരുത്തിയാൽ അവർക്ക് ആർക്കും ലഭിക്കാത്ത വലിയ പദവിയാണ് ദൈവനാകുന്ന ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ലോകത്തിൽ നമുക്ക് വലിയ സ്ഥാനവും മാനവും ഒന്നും കാണത്തില്ല. പക്ഷേ ദൈവസന്നദ്ധത ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. ദൈവസന്നദ്ധത നമുക്ക് ആ മാന്യത ലഭിച്ചിരിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ദൈവകർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടതായ ആലോചന പരീക്ഷന്റെ വീട്ടിൽ പരീക്ഷ പ്രമാണിയുടെ വീട്ടിൽ രാവിലെ വിരുന്നിനെ ക്ഷണിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം പറയാൻ കർത്താവ് ജീവന്റെ നാഥൻ ആ ഭവനത്തിലുണ്ടെന്ന് അറിഞ്ഞ് ഭാവിയായ സ്ത്രീ സമൂഹം വെറുക്കുന്ന അരയ്ക്കുന്ന കലകളിയായിട്ടും നമ്മുടെ സമൂഹം നാം ഓരോരുത്തരും മറ്റുള്ളവരെ അറപ്പോടും വെറുപ്പോടും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചില സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാധാരണ നമ്മൾ വലിയ ആത്മീയരാണെന്നുള്ള ചിന്തയും ഭാവവും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാറ്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവമക്കളാണെങ്കിലും പലപ്പോഴും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചില ഭാവങ്ങൾ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ മഹാകരുണയാലും കൃപയാലും നമ്മോടുള്ളവന്റെ ദയയും കൊണ്ടാണ് ദൈവത്തിന്റെ സ്തോത്രം നമ്മോടുള്ളവന്റെ സ്നേഹം കൊണ്ടാണ് നാം ഈ പദവിക്ക് യോഗ്യരായി നാം തെരഞ്ഞെടുത്തതല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണെന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് ചിലപ്പോഴെങ്കിലും ഇല്ലാതെ മറ്റുള്ളവരെ നമ്മളെക്കാൾ ചെറുതായി മറ്റുള്ളവർ നമ്മളെക്കാളൊക്കെ വളരെ നിസ്സാരന്മാരാണെന്ന് കാണുന്ന ഒരു ചിന്ത ചിലപ്പോഴെങ്കിലും വിഷാദത്തിലേക്ക് പറഞ്ഞാൽ ഞാൻ വലിയ ആത്മീയ ശ്രേഷ്ഠതയുള്ള വ്യക്തിയാണെന്നുള്ള ഭാവത്തോടും ദൈവത്തിന്റെ പരമ്പരയുടെ ഉന്നത ഭാവത്തോടും നികള ഹൃദയത്തോടും അതൊക്കെ വിഷാദം വരുന്ന ചിന്തകളാണ്. കാരണം ദൈവത്തിന്റെ പരമ്പരയിൽ ഓരോരുത്തരും മറ്റുള്ളവരെ എങ്ങനെ എണ്ണിക്കൊള്ളാനാണ് പറയുന്നത്. അതിനേക്കാൾ എണ്ണിക്കൊള്ളാൻ അങ്ങനെയാണ് നമ്മൾ ഇവിടെയും സംഭവിച്ചത് തന്നെയാണ്. ഈ പരീക്ഷ പ്രമാണി അല്ലെങ്കിൽ പണമുണ്ട്, സ്വാധീനമുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് പുള്ളി യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ബിരുദനെ ക്ഷണിച്ചു. എന്നാൽ ഈ ഭാവിയായ സ്ത്രീയാലും വീടിനെ പഠിക്കാൻ പോലും കയറാൻ യോഗ്യതയില്ലാത്തതാണ്. സ്വന്തം അവർക്കറിയാം തൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പുകാരൻ ആ വീട്ടിലുണ്ടെന്ന് അവൾ മനസ്സിലാക്കി അവൾ അവന്റെ
മതപെടുത്തിലേക്ക് ചെന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, അരുമനാഥനായ കർത്താവ് കണ്ടു എന്നുള്ളതാണ്. എന്നാൽ ഈ പരീക്ഷ പ്രമാണി വളരെ അവജ്ഞയോടും വെറുപ്പോടും അവളെ വീക്ഷിച്ച് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അവള് കർത്താവിന്റെ പുറകിൽ പോയി അവന്റെ കാൽപാദത്തിൽ വീഴുന്ന അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് ധാരധാരയായി ഒഴുകി അവളുടെ കണ്ണിൽ അവളുടെ തലമുടിയോട് കർത്താവിന്റെ പാദങ്ങൾ ഒപ്പിയെടുത്തു. കണ്ണിൽ വീണ ആ കണ്ണീര് കൊണ്ട് കർത്താവിന്റെ പാദങ്ങൾ നനച്ചു, കരിമല തൈലം പൂശി എല്ലാ അരിമനങ്ങളും പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 12 വർഷം രക്തസ്രാവത്താൽ ഭാരപ്പെട്ട ഒരു സാധുവായ സ്ത്രീ തന്റെ സമ്പാദ്യം മുഴുവൻ ലോകത്തിലുള്ള സകല വൈദ്യന്മാർക്ക് നേരത്തെ ദേവദാസൻ പറഞ്ഞു, ലോകത്തിന്റെ സമാധാനം, ലോകത്തിന്റെ വൈദ്യന്മാർക്ക് ലോകത്തിൽ സമാധാനവും ആശ്വാസവും പകരുന്ന വൈദ്യന്മാർക്ക് കൊടുത്ത് തന്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ. വിശ്വാസത്തെ കുറിച്ചാണ്. അവള് അവസാനം എല്ലാം നഷ്ടപ്പെട്ടവളായി, ജീവിതത്തിൽ ഒരു സമാധാനമില്ല, ആത്മഹത്യയല്ലാതെ മുൻപിൽ യാതൊരു വഴിയുമില്ല, എല്ലാ വഴികളും അടഞ്ഞു, സകല പ്രതീക്ഷകളും അസ്ഥാനത്തായി എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അവൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ട് അവൾ തീരുമാനം എടുക്കുക, ഞാൻ അവന്റെ അടുക്കൽ പോകും, അവന്റെ വസ്ത്രത്തിന്റെ ആ ഒരു ചിന്ത അവളുടെ ഉള്ളിൽ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ഇവൻ ജീവന്റെ നായകനാണ്, ഇവൻ സൗഖ്യദായകനാണ്. രോഗസൗഖ്യം നൽകുവാൻ ലോകവൈദ്യന്മാർ ലജ്ജിച്ചു പോകുന്നിടത്ത് പരമവൈദ്യനായ കർത്താവിന്റെ വസ്ത്രത്തിന്റെ വെളുപ്പിലൊന്ന് തൊട്ടാൽ തനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവളും വിശ്വസിച്ചു. ഈ പാപിനിയായ സ്ത്രീകൾ തന്നെയാണ് വിശ്വസിക്കുന്നത്. ലോകമനുഷ്യൻ തന്നെ വെറുപ്പോടും അവജ്ഞയോടും കൂടി കാണുമ്പോൾ, തന്നെ പുച്ഛത്തോടെ കാണുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, തന്നെ കാണേണ്ടവൻ കാണും. ദൈവത്തിന് സ്തോത്രം, താൻ കാണേണ്ടവനെ കാണുമ്പോൾ അവൻ തന്നെ മനസ്സിലാക്കും. അവന് മാത്രമേ തന്റെ പാപത്തെ ക്ഷമിച്ച് തന്നെ സ്നേഹിക്കാൻ കഴിയൂ. അവളുടെ ഉള്ളിലെ വേദനകൾ മുഴുവൻ അവൾ അങ്ങനെ ആകുവാനുണ്ടായ സാഹചര്യം അവിടെ ദേവദാസൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ പരീക്ഷ പ്രമാണിയെ പോലെയുള്ള സമൂഹത്തിന്, അല്ലെങ്കിൽ നമ്മെ പോലെയുള്ള സമൂഹത്തിന് ഒരു വ്യക്തി അങ്ങനെയായി തീരുന്നെങ്കിൽ അതിൽ വലിയ പങ്കുണ്ട്, വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒരു വ്യക്തിയും, ഞാൻ സാധാരണ പറയാറുള്ള പദ്ധതിയ, ഒരു കുഞ്ഞിനെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ പ്രസവിക്കുമ്പോൾ അവൻ പോലീസുകാരനായിട്ടോ ജഡ്ജിയായിട്ടോ അല്ലെങ്കിൽ ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ കൊലപാതകയായിട്ടോ വ്യഭിചാരിയായിട്ടോ കള്ളനായിട്ടോ ഒന്നും ജനിക്കുന്നില്ല. ആ വ്യക്തി വളർന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങൾ, സമൂഹമാണ് ആ വ്യക്തിയെ, ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ, സാഹചര്യങ്ങളൊക്കെയാണ് ഓരോ വ്യക്തിയെയും അങ്ങനെ ആക്കി തീർക്കുന്നത്. അതിൽ സമൂഹത്തിന്, ഞാൻ നിങ്ങൾ വളർക്കുന്ന നമ്മുടെ സമൂഹത്തിന് വലിയ പങ്കുണ്ട്. ഈ സ്ത്രീയെയും അങ്ങനെ ആക്കി തീർത്തത് സമൂഹമാണ്. നമുക്കറിയാം, കർത്താവിന്റെ അടുക്കൽ വ്യഭിചാരപ്പെട്ടാൽ പിടിക്കപ്പെട്ട് അറിയപ്പെടുന്നു. നമ്മൾ വായിക്കുന്നത് അവളുടെ തലേ ദിവസം വരെയും ആ കാര്യങ്ങൾക്ക് പോയവരാണ്. അത് കല്ലെറിയാൻ കയ്യിൽ കല്ലുമായി കടന്നു വന്നപ്പോൾ കർത്താവ് നിലത്ത് കുടുങ്ങിയിരുന്ന് വിരലുകൊണ്ട് എഴുതി മടങ്ങി കുഴി. ദൈവത്തിന് സ്തോത്രം. കർത്താവിനോട് ചോദിച്ചു, മോശനെ ആ പ്രമാണം കല്ലെറിഞ്ഞ് കൊല്ലണം, നീ എന്ത് പറയുന്നു? പരീക്ഷിക്കുവാൻ കൂടിയാണ് വന്നത്. കർത്താവ് പറഞ്ഞു, അങ്ങനെ തന്നെ ചെയ്യണം, ഒരു മാറ്റവുമില്ല. മോശയുടെ പ്രമാണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം, ഇവളോടും യാതൊരു മാറ്റവും വരുത്തരുത്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, നിങ്ങൾ പാപം ചെയ്യാത്തത് വേണം. ആദ്യം ഇന്ന് അന്ധകാരം മണലിൽ കുത്തി വെച്ചിട്ട് വലിയ പോകുന്നതിനെല്ലാം എന്താണ് വിളിക്കുന്ന സ്വഭാവം ആത്മീയരുടെ ഇടയിലും ഭൗതികരുടെ ഇടയിലും. ദൈവത്തിന് സ്തോത്രം. സ്വന്തം കണ്ണിലെ പോലാരും കാണുക, സ്വന്തം കുറ്റം കണ്ടുപിടിക്കുവാൻ ആർക്കും സമയമില്ല. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുവാനാണ് പലപ്പോഴും. സഭയിലായാലും സമൂഹത്തിലായാലും ഭവനത്തിലായാലും വ്യക്തി ജീവിതങ്ങളിലായാലും. ദൈവത്തിലെ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക്. മത്തായി സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ 16-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ
അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അപ്പോസ്തലന്മാർ തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നിട്ട് അവരോട് ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചോദിക്കുന്ന ചോദ്യമാണ് 15-ാം വാക്യം. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് ആരാണെന്ന് അവരിൽ പലരും പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം, നീ ഏലിയാവാണ്, നീ പ്രവാചകന്മാരിൽ ഒരുവനാണ് എന്നൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞ് ആ 14-ാം അധ്യായം തുടങ്ങുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിനോട് പറയുകയാണ്, പരീക്ഷന്മാരുടെ പൊളിച്ച മാവ്, സദൂക്യരുടെ പൊളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളണമെന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത് അങ്ങനെ അപ്പത്തിൻ്റെ പൊളിച്ച മാവല്ല, പരീക്ഷന്മാരുടെ സദൂക്യന്മാരുടെ ഉപദേശത്തെ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞുവെന്ന് അവൻ ഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് യേശു ഫിലിപ്പിന്റെ കൈസരയുടെ പ്രദേശത്തെത്തിയതിനു ശേഷം തന്റെ ശിഷ്യന്മാരുടെ ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നത് ചോദിച്ചു. അപ്പോൾ അവിടെ പറയുന്നു, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, ആട്ടെ നിങ്ങൾ എന്നെ ആരെന്നാണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും നേരം കർത്താവിൻ്റെ വചനങ്ങളെ കേട്ടു. ലോകത്തിൻ്റെ സമാധാനമല്ല, ലോകത്തെ കവിഞ്ഞ, ഈ ലോകത്തിൽ വരുവാൻ കഴിയാത്ത ദിവ്യമായ സന്തോഷവും സമാധാനവും പ്രത്യാശയും നമ്മുടെ മുന്നിൽ വന്ന, ലോകത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിനെ കുറിച്ച് കർത്താവ് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്നാ പറയുന്നത്? അപ്പോൾ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആവുന്നു. കർത്താവ് പറഞ്ഞ മറുപടി അതിലും വലുതാണ്. എന്താണ് അവരോട് പറയുക? ബെറിയോനായ ശിമോനെ, ജഡരക്തങ്ങളല്ല, ബെറിയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ. മറ്റാർക്കും കഴിയാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറയുവാൻ കഴിയാത്ത ഒരു കാര്യം എന്റെ നാവിൽ നിന്ന് കേൾക്കുവാൻ ഇടയായല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുന്നു, ബെറിയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവത്രേ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പത്രോസാകുന്ന ചിലര് പറയുന്നത് പത്രോസാകുന്ന പാറമേലാണ് സഭ വളർന്നിരിക്കുന്നത്. പത്രോസ് എന്ന് പറഞ്ഞാൽ പെട്ര എന്ന ഒരു ഗ്രീക്ക് പദത്തിൽ ഉണ്ടായതാണ്. പെട്ര എന്ന് പറഞ്ഞാൽ ചെറിയ പാറക്കഷ്ണമായതാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ആ പത്രോസിന്റെ പാറ പോലെയുള്ള വിശ്വാസമാകുന്ന പാറക്കല്ലിന്മേൽ ഞാൻ എൻ്റെ സഭയെ, വിശ്വാസമാകുന്ന പാറക്കല്ലിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയുന്ന പത്രോസിന്റെ പാരമ്പര്യമുള്ളവരാണ് ഞങ്ങളാണ് ആദ്യത്തെ സഭ. ഇങ്ങനെയൊക്കെ പലരും അവകാശം പറയുന്നുണ്ടായിക്കോട്ടെ, നമുക്ക് താല്പര്യമില്ല. ദൈവം തന്റെ സഭയെ പണിയും. ഞാൻ ചിലരോടൊക്കെ പറയാവുന്ന ഒരു കാര്യമാണ്. ഒരിക്കലുള്ള ഒരു ദേവദാസൻ എന്നോടിങ്ങനെ പറയുവാനിടയായി. ഞങ്ങളിങ്ങനെ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞങ്ങൾ വളരെ അടുത്ത്, ഞാൻ ചീഫുകാരുമായിട്ട് അത്രയും ബന്ധം പുലർത്തുവാനടുത്ത് ആയിരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത്രയും ബന്ധമില്ല. ചില അനുഭവങ്ങളെ വിളിച്ച് അന്ന് ഉണ്ടായിരുന്ന ഒരു ദേവദാസനുമായിട്ട് പല കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുമായിരുന്നു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം, ഇവിടെ ഈ സഭയിൽ വന്നാൽ എല്ലാം പൂർണ്ണമായെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നാണ് അദ്ദേഹം പറഞ്ഞു, അങ്ങനെയില്ല പാസ്റ്റർ, ഞാനൊന്നാ വിശ്വസിക്കുന്നുണ്ട്. ഒരുക്കമുള്ളവർ, ജീവിതത്തിൽ വിശുദ്ധിയുള്ളവർ, വേർപാടനുഷ്ഠിക്കുന്നവൻ, ദൈവത്തെ ആരാധിക്കുന്നത് പോലെ ആരാധിക്കുകയും ദൈവവചനം അനുസരിക്കുകയും ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്കൊത്ത് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിക്കുന്നവരെയാണ് കർത്താവ് കൊണ്ടുപോകുവാനായിട്ട്. അവരാണ് എടുക്കപ്പെടുന്നത് കർത്താവിന്റെ വരവിൽ. ഏത് സഭയുടെ മെമ്പറാണെന്നുള്ളത്, ഏത് സഭയിലെ അംഗമാണെന്നുള്ളതല്ല, ഒരുക്കമുണ്ടോ,
അതുകൊണ്ട് കർത്താവ് ചോദിച്ചതുപോലെ ഇന്ന് ഈ സന്യാസി ഭവനത്തിലായിരിക്കാൻ കുഞ്ഞുങ്ങളുടെ ഭവനത്തിലായിരിക്കാൻ പ്രത്യേകിച്ച് നേരത്തെ ഓർപ്പിച്ചതുപോലെ വാത്സല്യ രജിച്ചവരും ആൻറ്റിയും അവരുടെ പിതാവ് തോമസ് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പ്രദേശത്ത് വന്ന സമയത്ത് ഒരു സമയത്ത് എല്ലാവരും വളരെ അറപ്പോടും വെറുപ്പോടും കൂടി ഞങ്ങളെ കണ്ടുപിടിച്ച ഒരു സമയമുണ്ട്. ആ സമയത്ത് ചേർത്ത് പിടിച്ച് ഞങ്ങൾക്ക് വേണ്ട കൈത്താങ്ങുകൾ തന്നു. ഞാൻ ഇൻഷുറൻസിൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട് എന്നോട് മാസ്റ്റർമാർ മാസാണ് പോലെ ചെയ്യാൻ പറ്റുന്നത്. ആ സമയത്ത് എന്നോട് പലപ്പോഴും പറഞ്ഞ് ആശ്വസിച്ചു ദേവദാസിനെ ദൈവം തന്നെയൊരു മാർഗമാണ്. ഇത് ഒരിക്കലും ആരെന്ത് പറഞ്ഞാലും പറയുന്നവരൊക്കെ അവർക്കെന്ന് പറയും, പക്ഷേ ദേവദാസിന് ദൈവം തന്നൊരു ജീവിതമാർഗമാണ്. ആരെയും ആശ്രയിക്കാതെ കർത്താവിൻ്റെ വേല ചെയ്യുക. അത് കുറച്ച് ദൈവത്തോട് കണക്ക് ബോധിപ്പിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒരു കാരണവശാലും വിട്ടുകളയുന്നത് എപ്പോഴും എന്നെ ഒപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കഷ്ടതയിലൊക്കെ ഞങ്ങളെ ആശ്വസിക്കുകയും ദൈവത്തിൻ്റെ മൂത്ത പുത്രനാണ് കഴിച്ചാൽ അതുപോലെ കഴിച്ചാൽ വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തോടും കുടുംബത്തോടും ഒരുമിച്ച് പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭവനം താമസിക്കുവാൻ അനുഗ്രഹിക്കട്ടെ, തലമുറകളെ മാനിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം കൈവശം അറിയിക്കുകയാണ്. നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് ആരിലും വലിയതാണ്. നമ്മുടെ കർത്താവ് ഏറ്റവും ശ്രേഷ്ഠനായ ദൈവമാണ്. വഴി നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ പിൻപറ്റുവാൻ, കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ ഇടയായ ദൈവമക്കളാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനവും പ്രത്യാശയും സന്തോഷവും നമ്മുടെ അടുത്തുനിന്ന് നമ്മെ ഓരോ ദിവസവും നടത്തി പോറ്റി പരിപാലിക്കുന്ന ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവം നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മുടെ നിത്യദൈവം, തലമുറയായ നമ്മുടെ ആശ്രയമായിരിക്കുന്ന കോട്ടയായിരിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തെ പിൻപറ്റുവാൻ ലഭിച്ചിരിക്കുന്ന ലഭിക്കുന്ന ഓരോ അവസരവും അത് വളരെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ്, നിമിഷങ്ങളാണെന്ന് എല്ലാ പ്രിയപ്പെട്ടവരുടെ സ്നേഹവും മണ്ഡലം അറിയിക്കുന്നു. നമ്മുടെ കണ്ണുകളെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ ദൈവമേ, നല്ല പിതാവേ, സമയത്തോടെ അടിയങ്ങളെ സ്തുതിക്കുന്ന വാഴ്ത്തുന്നവരുടെ കുഞ്ഞുങ്ങൾ പാർക്കുന്ന ഈ ഭവനത്തിൽ ഒരുമിച്ച് തിരുമോശേക്ക് നോക്കുവാൻ ലോകത്തിന് തരുവാൻ ചെയ്യാത്ത ആ ദിവ്യമായ സമാധാനവും സന്തോഷവും പ്രത്യാശയും അടിയങ്ങളുടെ ഉള്ളത്തിലോട് വന്നിരിക്കുന്നവരാണ്. ഒരിക്കൽ കൂടി കർത്താവേ, ആ ദിവ്യമായ സമാധാനത്തെ കുറിച്ച്, ആശ്വാസത്തെ കുറിച്ച് കർത്താവേ, സകല ആശ്വാസത്തിലെ ഉദയവൻ അവിടുന്ന് തന്നെയാണെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി അത് അടിയങ്ങൾക്ക് കേൾക്കുവാനും വിശ്വസിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിന്റെ ആശ്രയമായി കർത്താവേ അടിയങ്ങൾക്ക് വിശ്വസിക്കുവാൻ നല്ല ആലോചനകൾക്കാണ് കേട്ട വചനങ്ങൾ ഒഴുകിപ്പോകാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിനും ഭൗതിക അനുഗ്രഹമായി തീരുവാൻ കൃപ ചെയ്യുവാനാണ്. കേൾക്കുവാൻ
നിങ്ങളെ സഹായിക്കുന്നു. ഹല്ലേലൂയ. കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയായി അനുഗ്രഹമായി തലമുറയായി സങ്കേതമായി കോട്ടയായി തീരുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കുടുംബമായി അനുഗ്രഹിച്ചു ഈ ഭവനം ഭവനത്തിന്റെ ഉടമസ്ഥനായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി കുഞ്ഞുങ്ങളുമായി പട്ടണത്തിന്റെ നടുവിൽ ഈ ഭവനം നൽകി പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തതായിട്ട് പ്രതിഫലം കൊടുത്ത് നന്മ അനുഗ്രഹിക്കാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കാരും ഒഴുകി പോകാൻ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഓരോ ദിവസവും അത് ചിന്തിച്ച് അങ്ങയിൽ നിന്ന് സന്തോഷവും സമാധാനവും ആശ്വാസവും പ്രാപിക്കുവാൻ നിങ്ങളെ സഹായിക്കുവാനാകണമേ. സാന്നിധ്യം നിറയ്ക്കണമേ. ദാസനെ ബലപ്പെടുത്തിയല്ലോ. കുടുംബമായി ഏൽപ്പിച്ചു ആവശ്യമായിരിക്കുന്ന ദൈവകൃപ അങ്ങയുടെ പുത്രനുമാകുന്ന യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ദൈവമായി കേൾക്കും സ്വർഗീയ നല്ല ദൈവത്തിന്റെ